ഇത്രയും പ്രിയപ്പെട്ട മീഡിയ സുഹൃത്തുക്കളെ, ഒപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട രജിത് സാറ്, സാനിഫ്, ഷാൻസി ചേച്ചി, മനീഷ, ഷാർലറ്റ്, നിഷാദ് കല്ലിങ്കൽ, ഒപ്പം തന്നെ നമ്മുടെ പടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട്. അവർ മുന്നിലിരിക്കുന്നില്ലെങ്കിലും പറയുന്നുണ്ട്. പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ പ്രസ് മീറ്റിലേക്ക് ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ആദ്യം തന്നെ ഈ സിനിമയെക്കുറിച്ച് 2-3 വാക്ക് പറയട്ടെ. നമ്മൾ ഈ സ്വപ്ന സുന്ദരി എന്ന സിനിമ ഏകദേശം ഒരു 4 വർഷം മുമ്പ് നമ്മൾ ഷൂട്ടിംഗ് ഫിനിഷ് ചെയ്തതാണ്. ഓക്കെ, 4 വർഷം മുമ്പ് ഷൂട്ടിംഗ് ഫിനിഷ് ചെയ്ത സിനിമയാണ്. അതിനുശേഷം നമ്മൾ അതിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ തീർന്ന് ഇപ്പോഴാണ് റിലീസ് ചെയ്യാൻ പറ്റിയ സമയം എത്തിയത്. നമ്മൾ ആദ്യം ഒരു ചെറിയ റിലീസാണ് പ്ലാൻ ചെയ്തത്. പക്ഷേങ്കിൽ അതിന്റെ ഒരു ട്രെയിലർ യൂട്യൂബിൽ 1 മില്യൺ പ്ലസ് പോയിട്ടുണ്ട്. സോങ് ഇറങ്ങിയത് ഒരു സോങ് 1 മില്യൺ പ്ലസ് പോയി. അടുത്തൊരു സോങ് ഇപ്പം 1 മില്യൺ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നല്ലൊരു റീച്ചും പിന്നെ പ്രത്യേകിച്ച് നമ്മൾ റിലീസ് അനുവദിച്ച തിയേറ്ററുകൾക്ക് ഭയങ്കര റെസ്പോൺസും ആയപ്പോൾ ഇപ്പോൾ ഏകദേശം 60 തിയേറ്ററുകളും ആയിട്ടുണ്ട്. തിയേറ്റർ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആകാൻ കാരണം ഇപ്പം PXD നമ്മൾ ആടിയിട്ടില്ല. GXD തിയേറ്ററുകൾ ഇപ്പം ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് ലോഡിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നാളെ ഏകദേശം 60-ൽ കൂടുതൽ തിയേറ്ററുകളിൽ പടം വരുന്നുണ്ട്. നാളെ തന്നെ കുറച്ച് തിയേറ്റർ ആഡ് ചെയ്യുന്നുണ്ട്. നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുറച്ച് തിയേറ്റർ ആഡ് ചെയ്യുന്നുണ്ട്. തിയേറ്റർ നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഇതൊരു ഏകദേശം ഒരു ലവ് കം ഒരു ത്രില്ലർ സിനിമയാണ്. ഇതിനകത്ത് പ്രധാന വേഷം ചെയ്യുന്നത് രജിത് കുമാർ സാറുണ്ട്, സാനിഫ് അലി ഉണ്ട്, ജിൻഡോ ഉണ്ട്, മുഹമ്മദ് സാജി സലാം ഉണ്ട്, പിന്നെ ശ്രീറാം മോഹൻ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. നമ്മുടെ GK പിള്ള സാറിന്റെ കൊച്ചുമകനാണ്. ശ്രീറാം മോഹൻ എന്ന് പറയുന്നത് നമ്മുടെ പഴയ GK പിള്ള എന്ന് പറയുന്ന സാറുണ്ട്. കൊല്ലം GK പിള്ള സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന GK പിള്ള സാറിന്റെ കൊച്ചുമകനാണ്, ചെറുമകനാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പടമാണ്. അങ്ങനെ 5 നായകന്മാരും ഒപ്പം 5 നായികമാരും ഉണ്ട്. മനീഷ മോഹൻ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്നു. സ്വപ്ന സുന്ദരി എന്നുള്ള ഡ്രീം ക്യാരക്ടർ മനീഷ മോഹൻ. സാനിഫിന്റെ പേരായിട്ട് നേഹ എന്ന ക്യാരക്ടർ ചെയ്യുന്നു ഷാർലറ്റ് സജീവ്. ഒപ്പം തന്നെ വാസന്തി എന്ന ക്യാരക്ടർ ചെയ്യുന്ന ദിവ്യ തോമസ്. ഒപ്പം തന്നെ സാജിദിന്റെ നായികയായിട്ട് വരുന്ന ഷാരോൺ. രണ്ടുപേരും ഇവിടെ ഇല്ല, പുറത്ത് പഠിക്കുകയാണ്. ഒപ്പം തന്നെ ഡോക്ടർ ഷിനു ശ്യാമളൻ ഉണ്ട്, ജിൻഡോയുടെ പേരായിട്ട് ഡോക്ടർ ഷിനു ശ്യാമളൻ. 5 നായകന്മാരും 5 നായികമാരും ഉള്ള ഒരു സിനിമയാണ്. അതിനകത്ത് സക്കറിയ പുന്നൂസ് എന്നുള്ള ഒരു പ്ലാനറ്റ് ക്യാരക്ടറാണ് ജയ്സ് സാർ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ മകനായിട്ടാണ് ജിൻഡോ അഭിനയിക്കുന്നത്. ഷാനു എന്ന ക്യാരക്ടർ സാനിക്കും. ഇതിൽ ഒപ്പം തന്നെ ശിവജി ഗുരുവായൂർ, സാജൻ പള്ളുരുത്തി, പ്രതി പള്ളുരുത്തി അടക്കമുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളും. പിന്നെ അതുകൂടാതെ നമ്മൾ ഈ സിനിമയിൽ ഏകദേശം ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ക്യാരക്ടർ പോസ്റ്റ് ഒരു 3 വർഷം ഇറക്കിയായിരുന്നു. ഏകദേശം ഈ പടത്തിൽ 80 ക്യാരക്ടേഴ്സ്. അതാണ് നമ്മൾ സിനിമ കാണുമ്പോൾ ഈ 10 ക്യാരക്ടർ 15 ക്യാരക്ടർ, ഇത് 80 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഡയലോഗ് ഉൾപ്പെടെയുള്ള സിനിമയിൽ 80 ക്യാരക്ടർ ഉണ്ട്. അതിൽ 50 ക്യാരക്ടർ പോസ്റ്റ് നമ്മൾ ഇറക്കി. അന്ന് റിപ്പോർട്ടൊക്കെ ആയിരുന്നു 2 വർഷം മുമ്പ്. നിങ്ങൾ ലിസ്റ്റ് മീഡിയാസ് എല്ലാം ഭയങ്കര സപ്പോർട്ട് ചെയ്തു. ഒപ്പം തന്നെ സ്വാമി ഗംഗേശാനന്ദ സ്വാമി ഗീതയിൽ വയ്ക്കുന്നുണ്ട്. അതൊക്കെ വലിയ വാർത്തകൾ വന്നതാണ്. അത് 50 ലൂസിഫർ എന്ന സിനിമയുടെ 36 ക്യാരക്ടർ പോസ്റ്റ് ആയിരുന്നു ഇതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ക്യാരക്ടർ പോസ്റ്റ് വന്നത്. പക്ഷെ അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് നമുക്ക് 50 ക്യാരക്ടർ പോസ്റ്റ് ഇറക്കി. നമുക്ക് ഒരു 80 ക്യാരക്ടർ പോസ്റ്റ് ഇറക്കാനുള്ള ക്യാരക്ടർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും വലിയ ഒരുപാട് ആർട്ടിസ്റ്റുകൾ എന്ന് വെച്ചാൽ 50-അധികം പുതുമുഖം നമുക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ സിനിമയ്ക്ക് പുറകിൽ ടെക്നീഷ്യൻസ് ആയിട്ട് വന്നവരെല്ലാം, ഇപ്പൊ ഇൻക്ലൂഡിംഗ് മീ, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും പുതുമുഖങ്ങളാണ്. നേരത്തെ ഒരു സിനിമയും ജസ്റ്റ് എന്റെ പ്രിയപ്പെട്ട ഞാൻ ഗുരുവായൂർ കാണുന്ന വെന്നി ആശംസിയാണ്. അദ്ദേഹത്തെ സിനിമയെ കണ്ടുപഠിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ അസിസ്റ്റന്റ് അല്ല, അദ്ദേഹത്തോട് വർക്ക് ചെയ്ത് അദ്ദേഹത്തോട് യാത്ര ചെയ്ത് അദ്ദേഹം സിനിമയിൽ പങ്കാളിയായി സിനിമ കണ്ടുപഠിച്ചു. പിന്നെ തിയേറ്റർ, എനിക്കൊരു തിരുവല്ലായി ജേക്കബ്സ് എന്നൊരു തിയേറ്റർ നമുക്കുണ്ടായിരുന്നു. സിനിമ വർഷങ്ങളായിട്ട് തിയേറ്റർ അറിയാം, സിനിമ അറിയാം. അങ്ങനെ സിനിമയിലേക്ക് എത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഒപ്പം തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും തന്നെ പുതിയ ആളുകളാണ്. ക്യാമറമാൻ ആയാലും ഇതിന്റെ എഡിറ്റർ ഒഴിച്ച്, ഇതിന്റെ ടെക്നിക്കൽ ടീം ഒഴിച്ച് ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരാണ്. എഡിറ്റർ സൗണ്ട് മിക്സിംഗ് ഒക്കെയാണ് ചെയ്യുന്നത്. വിശ്വാസം ഉപയോഗം ചെയ്തിട്ടുള്ള കരൺ പ്രസാദാണ് സൗണ്ട് മിക്സിംഗ്. ബാക്കി ടെക്നിക്കൽ എല്ലാം വരുന്ന ആളുകളെല്ലാം ടോപ്പ് ലെവൽ ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ ടീം, ഷൂട്ടിംഗ് ടീം ആൻഡ് ആർട്ടിസ്റ്റുകൾ ഒരു 90% പുതുമുഖങ്ങളാണ്. ഇത്തരം സിനിമയെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളെ പോലുള്ള മീഡിയാസ് ആണ്. കാരണം പറഞ്ഞ പോലെ നാളെയാണ് റിലീസ്. നമുക്ക് ഒറ്റ ദിവസമേ ഉള്ളൂ. നാളെ റിലീസ് വെക്കാൻ കാരണം 2 കാര്യം. ഒന്ന്, ഞാൻ UK-ൽ നിന്ന് എത്തിയത് ഈ 2 ദിവസം മുമ്പാണ്, 28-ാം തീയതിയാണ്. അപ്പൊ എന്റെ പാസ്പോർട്ടിന് ചെറിയൊരു 4 മാസത്തിൽ താഴെ വാലിട്ടുള്ളായിരുന്നു. അപ്പൊ എനിക്ക് ഞാൻ പോയി പാസ്പോർട്ട് പുതുക്കേണ്ട ആവശ്യം വന്നു. പിന്നെ ഇന്നലെ ഒറ്റ ദിവസം ഉള്ളായിരുന്നു. പിന്നെ സാറിന്റെ കാലിനും 27 വരെ കാലിന് റെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് മീറ്റിംഗ് ഇന്നത്തേക്കാക്കി. നമ്മൾ 28 വെച്ച് മീറ്റിംഗ് ഇന്നത്തേക്ക് മാറ്റി വെച്ചു. അപ്പൊ ഈ ഒറ്റ ദിവസം നമുക്ക് മുമ്പിലുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും, നമ്മുടെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ്, ഇന്ന് തന്നെ അത് എയർ ചെയ്ത് ഇന്ന് തന്നെ ജനങ്ങളിൽ എത്തിക്കണം. കാരണം അറിയാമല്ലോ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ ബിഗ് ബോസ് ആയാലും എന്തായാലും എന്ത് കണ്ടന്റ് ആരെയും ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പിൽ മീഡിയാസ് ആണ്. മീഡിയാസ് ഇല്ലെങ്കിൽ, നിങ്ങളില്ല എങ്കിൽ നമ്മളൊന്നുമില്ല.
ഒരു സിനിമ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് ജനങ്ങളിൽ എത്തുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ കൂടുതലും ഓൺലൈൻ മീഡിയാസിൽ കൂടെ തന്നെയാണ് ജനങ്ങളിൽ എത്തുന്നത്. അപ്പം എല്ലാവരും അത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ്. ഒപ്പം തന്നെ നിങ്ങൾ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ഒരിക്കൽ കൂടെ ഇത് നമ്മുടെ ശ്രീറാം മോഹനാണ്, നമ്മുടെ അടുത്തൊരു നമ്മുടെ GK പ്രസ്ഥാനന്റെ ചെറുമകനാണ്. അപ്പൊ അദ്ദേഹത്തെ കൂടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്കാരം, എൻ്റെ പേര് ഷാൻസി സലാം എന്നാണ്. എൻ്റെ സ്വന്തം സിനിമയാണ് സ്വപ്നസുന്ദരി എന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമ്മുടെ എല്ലാവരുടെയും സിനിമയാണ് സ്വപ്നസുന്ദരി. കാരണം എല്ലാവരും സ്വപ്നം കാണുന്നുണ്ട്, സ്വപ്നത്തിൽ ഏതെങ്കിലും ഒരു സുന്ദരിമാരൊക്കെ വരും എന്ന് പറയുന്ന പോലെ ഒരു സ്വപ്നസുന്ദരിയാണ് ഈ ഒരു സ്വപ്നസുന്ദരി. ചില സുന്ദരിമാരെ തൊട്ടാ പോകും, അതാണ് ഈ സിനിമയെ കാണാൻ പോകുന്ന അപ്പൊ അതുകൊണ്ട് സാറ് ഏതോ ഒരു സുന്ദരി തൊടാൻ പോയി, പക്ഷെ അവർ ഓടിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് തൊട്ടാ പൊള്ളുമെന്ന് പറഞ്ഞത്, പൊള്ളിയിട്ടുണ്ടാവില്ല. അപ്പൊ ഞങ്ങളുടെ ഒരു കുറെ വർഷം മുമ്പുള്ള, ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടല്ല, ഇപ്പോ 30 വർഷമായി സിനിമ ഇൻഡസ്ട്രിയിൽ ഞാൻ ആർട്ടിസ്റ്റായിട്ട് വന്നതാണ്. ഇപ്പോ എന്റെ സ്വന്തമായിട്ടുള്ള പ്രൊഡക്ഷനാണ് SS പ്രൊഡക്ഷൻസ്. ആർട്ടിസ്റ്റായിട്ട് വന്നു, കൺട്രോളറായി, പ്രൊഡ്യൂസറായി, ഇപ്പോൾ ഡയറക്ടറുമായി. അങ്ങനെ ഒരു പട്ടം തന്നെ ചാർത്തി ഇപ്പോ. അപ്പൊ അങ്ങനെയുള്ളൊരു സിനിമയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു സ്കൂളിലെ അധ്യാപകനായ KJ ഫിലിപ്പ് സാറ് ഞങ്ങൾ കൂടിയിരുന്ന് ഒരു കൊച്ചു ആലോചനയിലൂടെ റോയിട്ട എന്ന് പറയുന്ന റോയിച്ചേട്ടൻ തന്ന ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഞങ്ങൾ ആലോചിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു സിനിമയാണ്. അതിനകത്ത് ഒരാൾ ഡയറക്റ്റ് ചെയ്യുക, അടുത്തയാൾ പ്രൊഡ്യൂസ് ചെയ്യുക, അടുത്തയാൾ കൺട്രോൾ ചെയ്യുക, അങ്ങനെ വന്ന ഒരു കൂട്ടായ്മയിലൂടെ വന്നതാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. സാറ് വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, എനിക്ക് മുൻ പരിചയങ്ങൾ ഒന്നുമില്ല സിനിമ ചെയ്തിട്ട് എന്ന് പറഞ്ഞു. അത് ഞങ്ങളുടെ പരാജയമല്ല, അത് ഞങ്ങളുടെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരു കണക്ക് അധ്യാപകനാണ് KJ ഫിലിപ്പ് സാറ്. സാറിന് ഈ പടം ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ സാറിന്റെ സ്കൂളിലെ അധ്യാപകർ എല്ലാവരും സാറിന് പ്രത്യേകം അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരു കണക്ക് മാഷെ കണക്ക് മാത്രം പഠിപ്പിക്കാനല്ല, ഇങ്ങനെയും കൂടിയുള്ള ഒരു കല സാറിന്റെ ഉള്ളിലുണ്ട് എന്ന് തെളിയിച്ച ഒരു ഇതാണ് സ്വപ്നസുന്ദരി. അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഫലമാണ് ഇന്ന് ഈ 4 വർഷം കഴിഞ്ഞിട്ട്. അപ്പൊ 4 വർഷം കഴിഞ്ഞ് സാധാരണ സിനിമകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പ്രൊഡ്യൂസർ പണിക്ക് പോകും, അല്ലെങ്കിൽ നടിമാരുടെ പണിക്ക് പോകും, അല്ലെങ്കിൽ നടന്മാര് പോകും, കൺട്രോളർ പോകും, ഇങ്ങനെയൊക്കെ പോകും. അത് നമുക്ക് കാണാം. ഞാൻ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങളോട് പറയുന്നതാണ്. ഇത് അതൊന്നുമില്ല. നമ്മൾ പടം ചെയ്തു, നല്ലൊരു എഡിറ്ററായി കൊടുത്തു, അത് എഡിറ്റ് ചെയ്തു, അവിടെ വെച്ചു, നമുക്ക് പൈസ ഉണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ ആലോചിച്ചു ഇത് എപ്പോൾ ഇറക്കാൻ പറ്റും എന്ന് ആലോചിച്ചു. കൊറോണ കത്തി നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ പടം ചെയ്തത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ശാന്തംപാറ, പൂപ്പാറ, ചതുരംഗപ്പാറ, ഇങ്ങനെയുള്ള കുറെ പാറകളിലൂടെ നമ്മൾ നടന്ന് കാട്ടിലൂടെയുള്ള ആനകളെയൊക്കെ കണ്ട് പേടിച്ച് വിറച്ച്, അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞാണ് നമ്മൾ ഈ സ്വപ്നസുന്ദരി ചെയ്തത്. കാരണം ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ നമുക്ക് മിസ്റ്റ് കാരണത്താൽ ആനയെ കാണുന്നുണ്ടായില്ല. ഷാർലറ്റൊക്കെ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഷാർലറ്റിന്റെ ബാക്കിൽ ആനയായിരുന്നു. സത്യത്തിൽ ആന ഉണ്ടെന്ന് പറഞ്ഞാൽ കുട്ടി പേടിച്ചു ഓടും. അതുകൊണ്ട് ആന ഉണ്ടെന്ന് പറയാതെ അങ്ങനെ നല്ല വിഷ്വൽസ് ആണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം നമ്മൾ എത്ര കാശ് കൊടുത്താലും കിട്ടാത്ത ഒരു ലൊക്കേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് ഇതിനകത്ത്. അപ്പൊ അങ്ങനെ അത്ര മനോഹരമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും നല്ല അഭിപ്രായം. കാരണം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പറയുമായിരിക്കും ഈ വിഷ്വലൊക്കെ, കാരണം കാശ് കൊടുക്കാതെ കിട്ടിയിരിക്കുന്ന വിഷ്വലാണ്. നമ്മളൊരു മാനേജറെ വെച്ചിട്ടോ ലൊക്കേഷൻ നോക്കിയിട്ടോ ഒന്നുമല്ല. നമ്മളുടെ കഥയുമായിട്ട് നമ്മൾ ഹൈറേഞ്ച് എന്ന് പറയുന്ന ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള നല്ലവരായ നാട്ടുകാർ നമ്മളെ ഉൾക്കൊണ്ടു. ഇങ്ങനെ കൊറോണയാണ്, നമുക്ക് ഒരു പരിമിതി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ പോലീസ് സ്റ്റേഷനിലെ ആളുകളാണെങ്കിലും ആ ആളുകളെല്ലാം നമ്മളോട് സഹകരിച്ച്, നാട്ടുകാരൊക്കെ സഹകരിച്ച് നമ്മൾ അവിടെ ഒരു ഇലക്ഷൻ വർക്ക് തന്നെ നടത്തി. അപ്പൊ എല്ലാവരും നല്ലൊരു സഹകരണത്തിലൂടെ ഞങ്ങൾ ഒരു കൂട്ടായ്മയായി നമ്മുടെ എഡിറ്ററുടെ വീട്ടിൽ തന്നെ നമ്മൾ ചോറും കറിയൊക്കെ വെച്ച് ഇങ്ങനെ കൂടിയ ഒരു സിനിമയാണ് ഈ ഒരു സ്വപ്നസുന്ദരി. ആരും ഇങ്ങനെ സിനിമയുടെ പശ്ചാത്തലങ്ങളോ അതിന്റെ ഉൾവശങ്ങളോ ഒന്നും ആരോടും തുറന്നു പറയില്ല. കാരണം ഒരു വീട്ടിൽ നമ്മൾ കൂടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരിതാണ്. കാരണം അവിടെ നമ്മൾ ഈ തണുപ്പ് കോരിച്ചൊരിയുന്ന തണുപ്പത്തും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട്, കാരണം 2 വണ്ടി കൂടുതൽ റോഡിലൂടെ പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തെന്നുള്ളതാണ് എൻ്റെ കാര്യം. കാരണം അത്രയ്ക്ക് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി നമ്മുടെ ആർട്ടിസ്റ്റുകളെ മാത്രം റോഡിൽ ഇറക്കി നമ്മൾ വർക്ക് ചെയ്ത ഒരു സിനിമയാണ്. അതുകൊണ്ട് ആ ഒരു ആത്മാഭിമാനത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്, ഈ ടീം സ്വപ്നസുന്ദരി എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും നല്ല രീതിയിൽ ഞങ്ങളോട് സഹകരിച്ചു, ഒരു കുടുംബം പോലെ. അപ്പൊ സഹകരിച്ച എല്ലാവർക്കും എൻ്റെ പ്രത്യേകം നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. കൂടാതെ
ഞങ്ങളാക്കുന്നത് എല്ലാം മീഡിയയാണ്. കാരണം മീഡിയ ഇല്ല എങ്കിൽ, മീഡിയയോട് തല്ലുപിടിക്കാനല്ല, മീഡിയ ഇല്ല എങ്കിൽ ഞങ്ങളൊന്നും ഇല്ല. കാരണം ഞാനും ഒരു മീഡിയ പ്രവർത്തകയാണ്, എനിക്കൊരു മെമ്പർഷിപ്പ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മീഡിയ ആണ് മാക്സിമം നമ്മളെ പ്രൊമോട്ട് ചെയ്ത് വലുതാക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ ഒരു പ്രവർത്തനം ഈ സ്വപ്നസുന്ദരി ടീം അംഗങ്ങൾക്ക് അത്യാവശ്യമാണ്. നിങ്ങളത് തരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഷിജിൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, കുറെ വർഷങ്ങളുടെ ബന്ധമുള്ളതാണ്. അപ്പോൾ തരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിർത്തുന്നു. ഓക്കെ. ഇതിൽ ഒരാളുടെ കാര്യം പ്രത്യേകം എടുത്തു പറയണം. ഫിലിപ്പ് സാറിന് ഞാൻ നേരത്തെ പറഞ്ഞു സാമ്പത്തികത്തിന് പുറം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ കഴിഞ്ഞ 2 വർഷം കൊണ്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്ന ആളാണ്. കാരണം നിങ്ങളുടെ മുമ്പിൽ നാളെ അഭിമാനത്തോടെ നമുക്ക് തലയുയർത്തി നിൽക്കണം. നിങ്ങളെ പറ്റിച്ചിട്ട് ഞങ്ങൾക്ക് പിന്നെ തലയുയർത്തി നിൽക്കാൻ പറ്റത്തില്ല. സാറ് ഇവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലെ സാറാണ്. സാറ് തന്നെ തുറന്നു പറഞ്ഞു, സാറ് ആദ്യമായിട്ട് ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്യുന്ന ഫിലിമാണ്. സാമ്പത്തിക പ്രോബ്ലം വന്നപ്പോൾ സാറ് ചെയ്തത് ഇവിടുത്തെ ജോലി വിട്ട് സാറ് UK പോയി പണിയെടുത്ത് ബാക്കി പൈസയും കൊണ്ട് വന്നിട്ടാണ് സാറ് ഈ സംഗതി പൂർണ്ണമാക്കി തീർക്കാനായിട്ടും കഴിഞ്ഞതെന്നുള്ളതാണ്. അത് ഇവിടെ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ ചേർത്ത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഉള്ളവർക്ക് നേരത്തെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഈ സിനിമ നേരത്തെ ഇറങ്ങുമായിരുന്നു. സാറ് ഇപ്പോൾ UK നിന്ന് വന്ന് മുൻകൈ എടുത്ത് സാറിനോടൊപ്പം ബെന്നി ആശംസ എന്ന് പറയുന്ന പഴയ സീനിയർ ഡയറക്ടറും FK മെമ്പറും ഒക്കെ ആയിട്ടുള്ള സാറുണ്ട്. അവർ ചേർന്നിട്ട് ഈ അപ്പം കൂടെ ഷാൻസിയുടേതായിട്ടുള്ള ഹെൽപ്പ് വാങ്ങിക്കൊണ്ട് ഇത് ഇങ്ങനെ എന്നുവെച്ചാൽ അവിടെ പോയി പണിയെടുത്ത് പൈസ കൊണ്ടുവന്ന് മലയാളികൾക്ക് നമ്മുടെ ഇടയിലേക്ക് സിനിമ ഇറക്കുക. അത്രത്തോളം പാഷനാണ് തൻ്റെ സിനിമ ആദ്യത്തെ കുഞ്ഞ് അല്ലെങ്കിൽ ആദ്യത്തെ സൃഷ്ടിയായ സിനിമ ഈ ഇറക്കാൻ, സ്വപ്നസുന്ദരി ഇറക്കാൻ വേണ്ടി ഡയറക്ടർ സാർ മനസ്സ് കാണിച്ചത്. റിയലി അപ്രീഷിയേറ്റ് ചെയ്യും. അത് പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദികേടായി തോന്നും. നന്ദി ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്.